ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഭൂമി അച്ഛൻ്റെ കൂടെ ഡ്രൈവിംഗ് പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഭൂമി അതൊക്കെ ഓർക്കുവാണ്. അച്ഛൻ്റെ ആ ഒരു കറുത്ത വണ്ടിയിൽ ഭൂമി ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിച്ചതും അച്ഛൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചതും അങ്ങനെ അച്ഛനും മോളും കൂടി ഉണ്ടായിരുന്ന ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഇതെല്ലാം ഇങ്ങനെ ഭൂമി ആലോചിക്കുക. അതിന് ശേഷം പിന്നെ അതെ വണ്ടി ഒരു ചേച്ചിനെ ഇടിക്കാൻ പോയപ്പോൾ ആ വണ്ടി അവിടെ സ്റ്റോപ്പ് ഇട്ട് നിന്നതും പിന്നെ വണ്ടി തന്നെ നിന്ന് പോയതാണെന്ന് പറഞ്ഞ ഭൂമി വണ്ടിയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ അച്ചേട്ടൻ ഭൂമിയെ വഴക്ക് പറയുന്നത്, പിന്നെ ഇവർ വണ്ടിയിലിരുന്ന് മരണത്തെപ്പറ്റി പറയുന്നത്, അങ്ങനെയൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ദേ അങ്ങനെ വണ്ടിയിലിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ദേ വണ്ടിക്ക് പണി വരുന്നതും വണ്ടി പണി മുടക്കുന്നതും പിന്നെ മനുഷ്യർ മരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും മരിക്കത്തില്ല എന്ന് അച്യുതൻ പറയുന്നു. ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ പറയും, അയ്യോ നരകത്തിൽ ചെന്നിട്ട് എന്ന് ഭൂമി പറയുമ്പം ഞാൻ പറയും എന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് യാത്രയാക്കിയതെന്ന്. എൻ്റെ മോൾക്കറിയാം അവൾ കരഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഭൂമി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അച്ചുവേട്ടനും ഭൂമിയും കൂടെ പറയുന്നതൊക്കെ ഭൂമി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ മകളാകാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ഭൂമി ചോദിക്കുക കേട്ടോ അച്യുതനോട് അന്ന്. അപ്പോൾ എൻ്റെ മോൾക്കല്ലാതെ ഇനി ആർക്ക് ആ യോഗ്യതയുള്ളതെന്ന് അച്ചുവേട്ടൻ ഭൂമിയോടൊന്ന് ചോദിച്ചു. അങ്ങനെ ആ ഒരു കാര്യമില്ല, നമ്മുടെ ഭൂമി അവിടെ ഓർത്ത് ചങ്കു പൊട്ടി കരയുവാണ്. ആ വണ്ടിയിൽ കയറിയിരുന്ന് അങ്ങനെ തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇതോടുകൂടി നമ്മുടെ ഭൂമി ആ വണ്ടിയിൽ ഇരുന്നിങ്ങനെ കരഞ്ഞ് തളർന്ന് അങ്ങനെ ഇരിക്കുവാണ്. ഇതേ സമയത്ത് അയ്യോ ഭയങ്കര സന്തോഷത്തിൽ ഫോണിലൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക നമ്മുടെ അഞ്ജന മോള്. അപ്പോഴത്തേക്കും ഭവാനി അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ ഭവാനി വന്നപ്പം അഞ്ജന ഈ ലോകത്ത് പോലും അല്ല, അഞ്ജന എന്നും പറഞ്ഞു ഭവാനി ഒന്ന് ഒച്ചയ്ക്കൊരു വിളി. എന്തിനാ അമ്മ ഇങ്ങനെ ലൗഡ് സ്പീക്കറിലിട്ട് ഭയപ്പെടുത്തുന്നേ, പേടിച്ചു പോയല്ലോ എന്ന് മകള്. അപ്പോഴേക്കും എടീ ദേ പട്ടിയുടെ വാല് കുഴലിലിട്ട് എന്താ സംഭവിക്കാന്നറിയോ? ഇല്ല, പട്ടിയുടെ വാല് അത് വളഞ്ഞിരിക്കുള്ളൂ എന്നറിയാവോ? അത് കുഴലിലിട്ടാലും നിവരത്തില്ല. പട്ടിയുടെ വാല് മാത്രമല്ല, ചില മനുഷ്യരുടെ നട്ടെല്ലും അങ്ങനെ തന്നെയാണെന്ന് അഞ്ജന പറയുക. അപ്പം എത്ര കുഴലിലിട്ടാലും അത് നിവരില്ല. എടി നീ എൻ്റെ മകൾ തന്നെയാണോ എന്ന് ഭവാനി ചോദിക്കാം. അതെന്താ അമ്മയ്ക്കുള്ള സംശയമുണ്ടോ? എന്നാ പിന്നെ ആരാന്ന് പറ. അത് അമ്മയെപ്പോലെ ദരിദ്രവാസി ആകരുത്, റിച്ച് ആയിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും എടി നിന്നെ റിച്ച് ആക്കാനാ ഞാൻ ഈ പെടാപ്പാട് മുഴുവനും കിടന്ന് പെടുന്നത്. നീ റിച്ച് ആകണമെങ്കിലേ ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുക. ആദ്യം നിന്റെ വലിയച്ഛൻ നീ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു പാവയാക്കി മാറ്റണം. അയാളുടെ പേരിലെ കോടികളുടെ സ്വത്തുക്കളുണ്ട്, മൂന്നാറിലെ എസ്റ്റേറ്റുകൾ, മൂന്നാറിലെ റിസോർട്ട്, അതിൻ്റെയൊക്കെ അവകാശം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് ഈ ഭവാനി പറയുമ്പം ആര് അഭിരാമിയോ? എന്നാൽ പിന്നെ പോയി കൊണ്ടുവരണമെന്ന് അഞ്ജന. എൻ്റെ ദൈവമേ, ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത്? എടി അവൾ വന്നാൽ നീ പുറത്താവത്തില്ലേ എന്ന് അഞ്ജനയോട് ഭവാനി ചോദിക്കുക. അപ്പോഴാണ് അഞ്ജനയ്ക്ക് അത് ക്ലിക്ക് ചെയ്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ശരിയാ, ഞാൻ അത്ര ഓർത്തില്ല. അമ്മ പറഞ്ഞു അടുത്ത ടാർഗറ്റ് അജയ്, അവനെ എനിക്ക് വേണം, അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അഞ്ജന പറഞ്ഞപ്പം വിട്ടുകൊടുക്കില്ലേ? ഇല്ല, എന്നാ നീയേ ഇതൊന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തകർന്ന് നിൽക്കുന്ന നമ്മുടെ ഭൂമിയെ സത്യയും അതുപോലെ അജയും കൂടെ താങ്ങി നിർത്തുന്ന ഒരു ഫോട്ടോ ഇത് കണ്ടപ്പോൾ സഹിക്കുന്നില്ല അമ്മയ്ക്കും മോൾക്കും. ഇതെങ്ങനെ സംഭവിച്ചു? ഇതുപോലെ പല ലീലാവിലാസങ്ങളും നടക്കുന്നുണ്ട്. നിനക്കറിയോ, അവള് പറയുന്നിടത്താ അജയ് ഇപ്പം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിതാക്കുക. ഒരു ദിവസേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു ഭവാനി പേടിപ്പിക്കുക അഞ്ജനെ. ഞാൻ സീരിയസ് ആവാം അമ്മേ, നിന്റെ വല്യച്ഛനും ഭൂമിയുടെ അടിമയാണ്. അയാൾ അജയും ഭൂമിയുമായിട്ടുള്ള വിവാഹത്തിന് കൂടെ നിൽക്കുകയും ചെയ്യും. എങ്കിലും ഞാൻ ബോംബിടുവന്നു അഞ്ജന. ബോംബൊന്നും നീ ഇടണ്ട, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി, മനസ്സിലായോ നിനക്ക്? അമ്മ പറഞ്ഞോ, ഞാൻ എന്നെ വേണേലും ചെയ്യാം. തൽക്കാലം എൻ്റെ മോളിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ കാണാമെന്ന് പറഞ്ഞ് ഭവാനി ഗുഡ് നൈറ്റും പറഞ്ഞ് അവിടെ നിന്ന് പോയി. അഞ്ജനയുടെ ഉള്ളവർക്കും കൂടെ പോയി. അഞ്ജന ഇങ്ങനെ അവിടെ ഇരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് എല്ലാ ജോലികളൊക്കെ ചെയ്യാൻ കൂടുന്നുണ്ട്. അപ്പോൾ ഭൂമി എടുത്ത തീരുമാനം തന്നെയാണ് 100% ശരി. അസ്ഥി ഒഴുക്കൽ അത് മോള് തന്നെ ചെയ്തു, ആരെയും വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ തന്നെ നിന്ന് പറയൂ കേട്ടോ. അംബികേച്ചി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചി തന്നെ ഇങ്ങനെ നിന്ന് പറയുമ്പം ലക്ഷ്മി ചേച്ചി എന്നെ പെറുപെറുക്കുന്നേ എന്ന് ചോദിച്ച് ഭൂമി അങ്ങോട്ടേക്ക് വന്നു. ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭൂമി എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ആ ചേച്ചി അടുക്കളയിൽ നിന്നുകൊണ്ട് അംബിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ
കൊടുക്കേണ്ട ഭക്ഷണത്തെ പറ്റിയും അതുപോലെ തന്നെ ഭൂമിയെ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം ചേച്ചി ഒരു നിമിഷം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ അവരുടെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഈ ചേച്ചി മനസ്സ് വേദനിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നേ. ഭയങ്കര സങ്കടമായിപ്പോയി ആ ചേച്ചിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമി മുറിയിലേക്ക് വന്നു. തൻ്റെ തുണികളെല്ലാം അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പെട്ടി ഇരിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ കണ്ണിൽ പെടുകയാണ്. ഒരാമാടപ്പെട്ടി പോലത്തെ ഒരു പെട്ടി. ഭൂമി ഓടിച്ചെന്ന് ആ പെട്ടി അങ്ങ് എടുത്തു. അപ്പോൾ ആ പെട്ടി എടുത്തപ്പോൾ അതിനകത്ത് ചിലങ്ക ഇരിക്കുന്നതാ ഭൂമി കാണുന്നത്. അപ്പോൾ അതിൽ ചിലങ്കയുണ്ട്. ഭൂമി അന്നേരം ഈ ചിലങ്ക എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. ആ സമയം ഭൂമിയുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഓർമ്മ, അച്ഛനെ പറ്റിയുള്ളൊരു ഓർമ്മ. ഭൂമി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അച്ചുവേട്ടൻ പിന്നിൽ നിന്ന് വന്ന് ഭൂമിയുടെ തോളത്ത് കൈവച്ചു. അപ്പോൾ മോള് തിരിഞ്ഞു നോക്കുന്നു. എന്താ മോളെ പകൽക്കിനാവ് കാണുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. പ്രായപൂർത്തിയായ പെൺമക്കൾ പകൽക്കിനാവ് കണ്ടു തുടങ്ങിയാൽ പിന്നെയും എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്നാണെന്ന് പറഞ്ഞപ്പോൾ ആണോ, ഇത് ഏത് തിയറിയാണെന്ന് ചോദിച്ചു. കാരണം അവരുടെ തിയറി ആ മാടമ്പള്ളിയിലെ കാരണവരാണോ എന്ന് ചോദിക്കുമ്പം അത് ദുഷ്ടകാരണവരല്ലേ എന്ന് അച്ചുവേട്ടൻ ചോദിച്ചു. എന്നാൽ പിന്നെ കെട്ടിച്ചു വിട്ടോ? ഉടനെ ഇല്ല, അച്ഛനൊരു വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പം അച്ഛനോ വലിയ ആഗ്രഹമോ? എന്താഗ്രഹം? അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളാണല്ലോ എൻ്റെ അച്ഛൻ. എന്താണാവോ ആഗ്രഹം? ഈ മോള് ഉടനെ തന്നെ നടത്തി തരും. ഇപ്പോഴല്ല, മോള് നൃത്തമൊക്കെ പഠിച്ചു കഴിഞ്ഞ് അരങ്ങേറ്റം. പിന്നെ അത് മൂകാംബികയിൽ വെച്ച് വേണമെന്നൊരാഗ്രഹമുണ്ട് അച്ഛന്. മോളെ അച്ഛൻ മൂകാംബികയിൽ കൊണ്ടുപോയി അരങ്ങേറ്റം നടത്തിക്കുമെന്നൊക്കെ നമ്മുടെ അച്ചുവേട്ടൻ ഭൂമിയോട് പറയുന്നു. അച്ഛൻ പണ്ട് നിന്റെ അമ്മയുടെ നാടകങ്ങൾ കണ്ടതുപോലെ മുന്നിലിരുന്ന് അച്ഛനത് കാണുമെന്ന് അച്ചുവേട്ടൻ അന്ന് പറഞ്ഞു. അതുപോലെ തീരുമ്പോൾ ചാടി സ്റ്റേജിൽ കയറി കെട്ടിപ്പിടിക്കും. അന്ന് അച്ഛൻ വാങ്ങിത്തരുന്ന പുതിയ ചിലങ്ക വേണം എൻ്റെ മോള് കെട്ടാൻ എന്ന് അച്ചുവേട്ടൻ പറഞ്ഞു. അത് നമ്മുടെ ഭൂമി ആലോചിക്കുക. അങ്ങനെ അതോ ആലോചിച്ച് നിന്നാൽ ചിലങ്കയും കയ്യിൽ പിടിച്ച് ചെങ്കു പൊട്ടി കരയുകയാണ് ഭൂമി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സൗഭാഗ്യപുരം കേട്ടോ. അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പം അമ്മ, മാധവ, ഈ ബിസിനസ്സും വരുമാനവും ഒക്കെ പ്രധാനം തന്നെയാണ്, പക്ഷെ ആ തിരക്കിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത് എന്ന് പറയുന്നു. ഏത് സമയം ഓഫീസും കമ്പനി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അതിൻ്റെ വലിയ ഗുണങ്ങളൊന്നും ഞാൻ കാണുന്നുമില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ അമ്മ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും പറഞ്ഞ് സംഗീതം ഇങ്ങനെ തലയാട്ടി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിവിടെ എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കുന്നതാണല്ലോ, അതിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം അത് മാധവനുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാധവേട്ടന് കേൾക്കാൻ വയ്യല്ലോ. ഇപ്പം അമ്മയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ തൃപ്തിയായി കാണുമല്ലോ അല്ലേ എന്ന് സംഗീതം ഇങ്ങനെ ചോദിക്കാം. എന്നാൽ ശരി, എന്നാലും ദീപാവലി കഴിയാതെ ഞാനിനി ഇവിടുന്ന് പുറത്തിറങ്ങുന്നില്ല, എന്താ പോരേന്ന് ചോദിച്ചു മാധവൻ. അയ്യോ പാവം, അതേതായാലും കൊള്ളാം എന്ന് പറഞ്ഞ സംഗീതം. അപ്പോഴത്തേക്കും ഭവാനി അവിടെ ഇരുന്ന് ചിരി അങ്ങ് തുടങ്ങി. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അജയ് വരുന്നത്. അപ്പോൾ ഇവരുടെ ചിരിയും സന്തോഷവും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു. അപ്പോൾ അജയ് അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്താ എല്ലാവരും കൊണ്ടൊരു ചിരി? അപ്പോൾ ഒന്നുമില്ലടാ, ഞങ്ങൾ ദീപാവലി ആഘോഷിക്കുന്ന കാര്യം പറയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് സത്യ വന്നു. സത്യ വന്നപ്പോൾ ഇവരുടെ ഈ ഒരു സംസാരം കേൾക്കാനും ഇടയായല്ലോ. അദ്ദേഹം വന്നിട്ട് ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് വല്യമ്മാവാ എന്ന് പറഞ്ഞ് നമ്മുടെ അജയ് പറഞ്ഞപ്പോഴത്തേക്കും ഭവാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭവാനി അവിടുന്ന് പതുക്കെ ഫോണും നോക്കി എഴുന്നേറ്റ് പോകുക കേട്ടോ. അപ്പോൾ ഭവാനി അവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോൾ കാര്യം മനസ്സിലായി ഇവർക്ക്. അജയ്, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. ഭൂമിയുടെ അച്ഛൻ്റെ മർഡർ കേസിനെ കുറിച്ച്. എന്താ അളിയാ, എന്താ കാര്യം? അപ്പോഴത്തേക്കും പോയി ഭവാനിക്ക് പിന്നെ പോകണ്ട. ഭവാനി അവിടെ തന്നെ നിൽക്കുക ഇവർ സംസാരിക്കുന്നത് കേട്ട്. ഇനി എന്താണ് അടുത്ത പാര എന്നാലോചിച്ച് നിൽക്കുക. എന്താ ആ കേസെന്ന് ചോദിക്കുമ്പോൾ ഭവാനിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി. പണിപ്പാളിയോ? അതേ, കൊന്നത് ആ സ്ത്രീയല്ലേ, അവളകത്ത് പോയല്ലോ. ഇനിയിപ്പോൾ ജയിലും കോടതിയും വിചാരണയും ഒടുവിൽ ശിക്ഷയും ഒക്കെ ആയിട്ടിരിക്കും. മാധവൻ അന്നേരം അത് പറഞ്ഞു. അയ്യോ, ഭവാനിയുടെ ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് ഭവാനി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. ദൈവമേ, പണി അല്ല വല്യമാവൻ എന്താ അത് ചോദിക്കാൻ കാരണം എന്ന് അജയ് ചോദിച്ചു. അത് കേട്ടപ്പോൾ അജയ്, അതെ, നമുക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നില്ല. അതിൽ പ്രത്യേകിച്ച കാരണങ്ങളൊന്നുമില്ല, എങ്കിലും എനിക്കൊരു ഫീലിങ് ആ സ്ത്രീ ആരെയും കൊല്ലില്ല എന്നുള്ളത്. അപ്പോഴേക്കും ഭവാനിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഭവാനിയുടെ കയ്യിൽ നിന്ന് പോയി എല്ലാം. ഭവാനിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്നുള്ളത്. അപ്പം അജയ് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും അമ്മയും സംഗീതയും മാധവനും ഒക്കെ നോക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞു സത്യ. അല്ല, അന്ന് അജയ് ഡോറ് പൊളിച്ച് അകത്ത് കയറിയപ്പോൾ ആ സ്ത്രീ അയാളെ കൊല്ലുന്നത് കണ്ടതിന് എത്ര പേര് സാക്ഷികളുണ്ടെന്നുള്ള കാര്യം ചോദിക്കുക മാധവൻ. അച്ഛാ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്
എന്ന് പറയണു നമ്മുടെ അജയ്. അപ്പോൾ അതെല്ലാം ഭവാനി ഇങ്ങനെ ചെയ്ത് വട്ടം പിടിച്ചിരുന്ന് കേട്ടോണ്ടിരിക്കുക. എന്താ അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു സംഗീത. അംബിക തന്നെയാണോ കൊലപാതകം ചെയ്തതെന്നുള്ള കാര്യത്തിൽ പോലീസിനും ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വെട്ടി വേർക്കാൻ തുടങ്ങിയ ഭവാനി അവിടെ ഇരുന്ന്. വലിയ ആളുകൾ എഴുന്നേറ്റ് പോയതായിരുന്നല്ലോ. മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അംബിക മൊഴി നൽകിയിരിക്കുന്നതെന്നുള്ള കാര്യവും അജയ് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഭവാനിക്ക് അതിനേക്കാളും വലിയ തിടുക്കം, പേടി, ടെൻഷൻ, വെപ്രാളം, അങ്ങനെയൊക്കെ. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ആ ആള് കുത്തിയ കത്തി അംബിക വലിച്ചൂരിയ എന്നാണ് അംബിക പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണു. അതും ഭവാനിയെ സംബന്ധിച്ചിടത്തോളം പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു നോർമൽ കുടുംബ കലഹമോ അതേ തുടർന്നുണ്ടായ ഒരു കൊലപാതകമോ ഒന്നും അല്ല. എന്തോ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലാൻഡ് മർഡർ തന്നെ ആയിരിക്കുമെന്ന കാര്യവും അജയ് പറയാം. ഭവാനിക്ക് പണിയായെന്ന് ഭവാനിക്ക് മനസ്സിലായി. ഭവാനി ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നെഞ്ചിൽ ഇങ്ങനെ കൈവച്ച് അയ്യോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അജയ്, പണ്ട് ഞാൻ അന്വേഷിച്ച ഒരു കൊലപാതക കേസുണ്ടായിരുന്നു. ആ കേസിലെ കൊലയാളിയെ കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയിൽ അതിലെ കൊലയാളി തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കുകയായിരുന്നു എന്നും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അയാൾ വിഡ്ഢിയാക്കുകയായിരുന്നു എന്ന കാര്യവും പറയാം. ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ വഴി തെറ്റിക്കുകയായിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ അവസാന നിമിഷം ഞങ്ങൾ അയാളെ പിടികൂടി. അതുപോലെയൊന്നും ഈ കേസിനുണ്ടാകരുത് എന്ന് അജയോട് പറഞ്ഞു കൊടുക്കുക സത്യം. സോ കേസിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് കേസ് ഫയൽ ഫ്രെയിം ചെയ്യുക. യു ക്യാൻ, നിനക്കതിന് കഴിയും അജയ് എന്നും പറഞ്ഞോട് പറയാണ്. അതുപോലെ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെയൊക്കെ അജയ്. മോനെ അജയ്, ഈ കേസിൽ യഥാർത്ഥ കൊലയാളി ആരായിരുന്നാലും ശരി നീ അത് കണ്ടുപിടിക്കണമെന്ന് സൗഭാഗ്യവതി അമ്മയും പറഞ്ഞു. എന്നിട്ട് ആ പിശാചിന് തക്ക ശിക്ഷ തന്നെ കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നീ അത് കണ്ടുപിടിക്കണടാ മോനെ എന്നും പറഞ്ഞിങ്ങനെ പറയട്ടെ. ഭൂമി മോള് വിഷമിക്കാൻ പാടില്ല. അപ്പം തീർച്ചയായിട്ടും മുത്തശ്ശി, അതാണല്ലോ എൻ്റെ ജോലി, ഞാൻ ചെയ്തിരിക്കും. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വല്യമ്മാവ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അവിടെ നിന്ന് പോയി. സത്യയും അതിൻ്റെ പിന്നാലെയാണ്. പിന്നെ ഭവാനി പേടിച്ചരണ്ട് കയറി വരിക. എടാ സത്യദാസേ, 22 വർഷം മുൻപ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാര്യയും മകളെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിനക്കോ നിന്റെ മരുമകനോ ഇതുവരെ സാധിച്ചോ? ഇല്ലല്ലോ. നോട്ടക്കില്ല, ഇതും സാധിക്കില്ല. കാരണം ഇത് രണ്ടും പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ഭവാനിയാണെന്ന് ഈ ഭവാനി എന്ന് പറഞ്ഞ സ്വയം അഹങ്കരിച്ച് സ്വയം ആത്മവിശ്വാസത്തോടു കൂടി ഭവാനി ചേച്ചി അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഭൂമിയാട്ടോ. ഭൂമി അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക. അതുപോലെ അമ്മയുടെ കാര്യം, ആ പാവം എങ്ങനെ പിടിച്ചു നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ എല്ലാറ്റിനും ഓടി നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി സങ്കടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. മോളെ അമ്മയ്ക്കുണ്ടാക്കിയ ആഹാരം ഞാൻ എടുത്തിട്ടുണ്ട്, വണ്ടിയിൽ വെച്ചേക്കാവെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ചേച്ചി പോകാൻ നോക്കുക. അപ്പോൾ അച്ഛൻ്റെ ഫോൺ എവിടെ ചേച്ചി? അച്ഛൻ്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ലക്ഷ്മി ചെങ്ങനെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ മോളെ, ഞാൻ കണ്ടിട്ടില്ല. അതിന് പോലീസുകാരെങ്ങാനും കൊണ്ടുപോയി കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിന്? പ്രതിയെ പിടിക്കാൻ പോലും കഴിയാത്തവരെന്തിനാ എൻ്റെ അച്ഛൻ്റെ ഫോൺ കൊണ്ടുപോകുന്നതെന്ന് ഭൂമി ചോദിക്കുക. അവരുടെ ന്യായവും നീതിയൊക്കെ ആർക്കും മനസ്സിലാകാനാ മോളെ എന്ന നേരം ചേച്ചി പറഞ്ഞു. എന്തെങ്കിലും നീതി ഉണ്ടായിരുന്നെങ്കിൽ അംബികേച്ചിക്ക് ഈ ഗതി വരുമായിരുന്നോ എന്നാ ചേച്ചി ചോദിക്കുക കേട്ടോ. ആ സമയത്ത് ഭൂമിക്ക് ഭയങ്കര കരച്ചിൽ. ഭൂമി നിന്നിങ്ങനെ കരയുക. എന്നിട്ട് ആ ചേച്ചി അങ്ങ് പോയി. എനിക്കറിയില്ല അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പിറകിൽ നിന്നൊരു കൈ വന്ന് നമ്മുടെ ഭൂമിയെ തലോടുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അച്ഛേട്ടൻ ഇങ്ങനെ ഭൂമിയുടെ മുന്നിൽ വന്ന് നിൽക്കുക കേട്ടോ. അച്ഛനെ കണ്ടപ്പോഴേക്കും ഭൂമിക്ക് ഭയങ്കര സന്തോഷം. അച്ഛാന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പോൾ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആ അച്ചുവേട്ടൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുക. എൻ്റെ മോളെ, നിന്റെ തൻ്റെ ഇടമോ ധൈര്യമോ ആൺപിള്ളേർ കൊണ്ടോ എന്ന് അച്ചുവേട്ടൻ ഭൂമിയോട് ചോദിക്കുകയാണ്. നീ മനസ്സ് വെച്ചാൽ എന്താ സാധിക്കാത്തതായിട്ടുള്ളതെന്ന് അച്ചുവേട്ടൻ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ഭൂമി തലയാട്ടുക. അംബികയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവളുടെ കാര്യങ്ങളും നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് അച്ചുവേട്ടൻ. എൻ്റെ മോൾക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമെന്ന് അച്ചുവേട്ടൻ ഇങ്ങനെ പറയുന്നു. അച്ഛനത് ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവേട്ടൻ ഇങ്ങനെ ഭൂമിയുടെ മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഭൂമി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛനില്ല. ഭൂമി എന്നിട്ട് അച്ഛാന്ന് വിളിച്ച് അയിലൊക്കെ നോക്കുക കേട്ടോ. അപ്പം ഞാൻ സത്യം തെളിയിക്കും അച്ഛാ, ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭൂമി അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി പറയുക. സൗഭാഗ്യപുരത്ത് നിന്ന് ഭവാനി ഇതൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോൾ
ഇവിടെ ഭവാനിയുടെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഭൂമി എന്ന അഭിരാമി ഉണ്ടെന്നുള്ളത് ഭവാനി അങ്ങ് മറന്നുപോയി. അപ്പോൾ ഭൂമി തൻ്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.